തലവര ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. അഖിൽ അനിൽകുമാറാണ് ഈ സിനിമയുടെ സംവിധായകൻ. കഥയും അദ്ദേഹത്തിൻ്റെയാണ്. തിരക്കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹം മറ്റൊരാളും കൂടെ ചേർന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ അർച്ചന 31 നോട്ട് ഔട്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ കാണാൻ പോയ സിനിമയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ എനിക്കിഷ്ടമാണ്. ഇദ്ദേഹം ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമുണ്ട്. ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യാത്ത അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. യൂട്യൂബിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഗിരീഷ് ഏടിയൊക്കെ പോലെ ആ ഒരു ലെവലിൽ നിന്ന ആളാണ്. പക്ഷേ ആ അർജുന 31 അത്രയും പ്രതീക്ഷ കണ്ട് എനിക്ക് ഒരു തരി പോലും വർക്കാവാത്ത പടമാണ്. വ്യത്യസ്തത ഉണ്ടാക്കാൻ നോക്കി മൊത്തത്തിൽ പാളിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു യെറ്റ് അനദർ ഒരു ഡിസബിലിറ്റി ഉള്ള ആളുടെ ഇതൊരു ഡിസബിലിറ്റി പോലും അല്ല, സൊസൈറ്റിയിൽ അങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് ഇവരങ്ങനെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്നാണ് വിചാരിച്ചത്, ഒരു ഡ്രാമ എന്നാണ് വിചാരിച്ചത്. സിനിമയുടെ ജോണർ അത് തന്നെയാണ്, ഒരു മോട്ടിവേഷണൽ ഡ്രാമയാണ്. പക്ഷേ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അർച്ചന 31 നോട്ട് ഔട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അങ്ങനെ ഒരു പേര് പോലും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇദ്ദേഹം ഇതിൽ തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സോണിൽ ചെയ്ത സാധനമാണ്. പക്ക മോട്ടിവേഷൻ ഡ്രാമയാണേലും പക്ക കൊമേർഷ്യലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കൊമേർഷ്യൽ എലമെൻറ്റ്സ് ആണ് ഫുള്ളുള്ളത്. ഒരുപാട് പാട്ടുകളുണ്ട് ഇതിൽ. ടെക്നിക്കലി ഒക്കെ ഡീസൻ്റാണ്, വിഷ്വൽസ് ആയാലും കാര്യങ്ങളൊക്കെ. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ടുകളാണ്. ഉഗ്രം പാട്ടുകളാണ്. ഇലക്ട്രോണിക്കലിയാണ് ഇതിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാ പാട്ടും അടിപൊളിയാണ്. ഒരു 3-4 പാട്ടുകളുണ്ട്. പല പല ടൈപ്പുകൾ പാട്ടാണ്. ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുമ്പോഴത്തെ പാട്ട്, പിന്നെ ഒരു റൊമാൻസ്, പിന്നെ വിഷമ സമയത്തെ പാട്ട്, മോട്ടിവേഷണൽ പാട്ട്, ഇങ്ങനെ എല്ലാം അടിപൊളി പാട്ടായിരുന്നു. നമുക്ക് ലൂപ്പ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് റോക്കറ്റ് സ്പീഡിലാണ് പോയത്. ഞാൻ സത്യം പറയാൻ അറിഞ്ഞില്ല. 2 മണിക്കൂറുള്ള ആകെ ഡ്യൂറേഷൻ, അതൊരു വലിയ പോസിറ്റീവാണ്. അതിൽ തന്നെ ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അപ്പം അത്രയും ഫാസ്റ്റാണ്. സെക്കൻഡ് ഹാഫ് ഈ ഡ്രാമാറ്റിക് സീൻസ് അവിടെയാണ് വരുന്നത്, ഇമോഷണൽ പരിപാടി. അത് ചിലയിടത്ത് ഓവറായിട്ട് എനിക്ക് തോന്നി, കുറച്ച് ഓവർ ഡ്രാമാറ്റിക്കായിട്ട് തോന്നി. കുറച്ച് സാധനങ്ങളൊക്കെ ഇച്ചിരി പൊട്ടിക്ക് കൂടുതലല്ലേ എന്ന് ഇങ്ങനെ തോന്നിയായിരുന്നു. അത് മാറ്റി നിർത്തി എഴുത്ത് സെറ്റാണ്. ഞാൻ പറയാം, എല്ലാ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സും ഒരു മോട്ടിവേഷണൽ ഡ്രാമയെ കൊണ്ടുവന്നിട്ട് അത് മോട്ടിവേഷൻ എന്ന ഞങ്ങൾ തരുന്ന 2 മോട്ടിവേഷൻ എന്ന് പറയുകയോ അല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതെ കറക്റ്റ് മീറ്ററിന് പിടിച്ചിട്ടുണ്ട്. ഈ കുറച്ച് പാസം കാര്യം മാത്രം ഇച്ചിരി കൂടിയെന്ന് ഒഴിച്ചാൽ ബാക്കി എഴുത്തും അടിപൊളിയാണ്. എനിക്ക് ആകത്തൊക്കെ നന്നായിട്ട് വർക്കായ പടമാണ്. സുമതി വളവിന് കിട്ടുന്ന പ്രൊമോഷൻ അതിൻ്റെ 10-1 ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഹിറ്റായി പോകാൻ. കാരണം ചെറിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്, ഉറപ്പായിട്ടും കളക്ഷനൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റിയേനെ. അമ്മാതിരി ഒരു പൊട്ടപ്പടത്തിന് കള്ള പ്രൊമോഷനും പെയ്ഡ് PR-ലൂടെയൊക്കെ ആൾക്കാരെ കയറ്റി ഹിറ്റാക്കുന്ന ആ ഒരു സാധനം, ഇങ്ങനത്തെ നല്ല സിനിമകൾക്ക് അതിൻ്റെ ഒരു അംശം അതവരുടെ കഴിവ് തന്നെയാണ് കേട്ടോ. അതിനെ അംഗീകരിച്ച് കൊടുക്കാൻ നമ്മളാരും ഇതൊന്നുമല്ല. ഒരു ബിസിനസ് ആകുമ്പോൾ അങ്ങനെ തന്നെ വേണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരും കാണും. പക്ഷേ എനിക്കത് എന്നെ സംബന്ധിച്ച ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണ്. അതിൻ്റെ ഒരു 10 ഇതിന് കിട്ടിയിരുന്നെങ്കിൽ ഇത് ക്ലച്ച് പിടിച്ചേനെ. ഇപ്പം എനിക്കറിയത്തില്ല, അടുത്താഴ്ച ഓണപ്പടങ്ങളും വരുവാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.